ഈ ഇമേജിൽ കാണുന്ന വ്യക്തി നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള വ്യക്തിയാണ് അല്ലേ? ആരാണ്? മാർക്ക് സുക്കർബർഗ് ആണ്. അദ്ദേഹം ഏത് കമ്പനിയുടെ അല്ലെങ്കിൽ ഏത് കമ്പനിയാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും അല്ലെങ്കിൽ അദ്ദേഹം സെറ്റപ്പ് ചെയ്തിട്ടുള്ള കമ്പനിയുടെ പേരെന്താണ്? ഫേസ്ബുക്ക് അല്ലേ? അല്ലെങ്കിൽ ഇപ്പോ അദ്ദേഹം അതിന്റെ ഫേസ്ബുക്കിന്റെ തൊട്ട് മുകളിലായിക്കൊണ്ട് മെറ്റ എന്ന് പറയുന്ന ഒരു കമ്പനി രൂപീകരിച്ചിട്ട് അതിന്റെ താഴെ അതിന്റെ തൊട്ട് സബ്സിഡിയറി ആയിക്കൊണ്ട് ഫേസ്ബുക്കിനെയും വാട്സപ്പിനെയും ഒക്കെ മാറ്റിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഈ ഒരു റീസെന്റ്ലി നടന്നിട്ടുള്ള ഒരുപാട് കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള ചില പുറത്തുവരൽ അല്ലെങ്കിൽ മറ്റ് എന്താണ് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടുകളൊക്കെ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റുകൾ നടത്തിയിട്ടുള്ള റിപ്പോർട്ടുകളൊക്കെ പറയുന്നത് ഇലക്ഷൻ സമയത്ത് ഏകദേശം അമേരിക്കയിലായിക്കോട്ടെ മറ്റു രാജ്യങ്ങളിലെ ഇലക്ഷൻ സമയത്തൊക്കെ ഒരു പ്രത്യേകമായിട്ടുള്ള രീതിയിൽ ഹെയ്റ്റ് ക്യാമ്പയിനുകളും അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ പാർട്ടിയെ വിജയിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഫേക്ക് ന്യൂസുകളെ കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നതിൽ, കാശ് വാങ്ങിക്കൊണ്ട് പ്രൊമോട്ട് ചെയ്യുന്നതിൽ ഈ മാർക്ക് സുക്കർബർഗ് കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങുകളും അല്ലെങ്കിൽ അതിലേക്കുള്ള ആപ്ലിക്കേഷനുകളിൽ അല്ലെങ്കിൽ ഈ ഫേസ്ബുക്കുകളിലൂടെ ഇത്തരത്തിലുള്ള ഫേക്ക് ന്യൂസുകളുടെ സ്പ്രെഡിങ് ഇദ്ദേഹത്തിന്റെ അറിവോട് കൂടി തന്നെ നടന്നിരുന്നു എന്നുള്ള ഒരു വളരെ വിവാദപരമായിട്ടുള്ള ഒരു കേസ് അദ്ദേഹത്തിന് മേൽ ഉണ്ടാവുകയും അദ്ദേഹം പിന്നീട് എന്ത് ചെയ്യുന്നതായിട്ട് വന്നു, ഇതിന് എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ട അവസ്ഥ വന്നു. അപ്പൊ അദ്ദേഹത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ഇൻ കേസ് അദ്ദേഹം ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അല്ലെങ്കിൽ ഫേക്ക് ന്യൂസുകളെ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അദ്ദേഹത്തിന്റെ ബിസിനസ്സിന് അല്ലെങ്കിൽ അതിലൂടെ ബിസിനസിന്റെ ഷെയർ ഹോൾഡേഴ്സിന്റെ വെൽഫെയർ എന്നുള്ള ആ ഒരു മോട്ടിവേഷനിലൂടെ തന്നെയല്ലേ അദ്ദേഹം ചെയ്തത് അല്ലെ? അപ്പൊ അതിലിപ്പോ എന്ത് തെറ്റാണുള്ളത്? എസ്പെഷ്യലി സോഷ്യൽ മീഡിയ പോലുള്ള ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വരുന്ന സമയത്ത് അതിലേക്ക് പലതരത്തിലുള്ള പ്രൊമോഷൻ ചെയ്യേണ്ടതായിട്ട് വരും. ചിലപ്പോൾ കമ്പനികളുടെ അഡ്വർടൈസ്മെന്റ് ആയിരിക്കാം, ചിലപ്പോൾ ന്യൂസുകളുടെ അഡ്വർടൈസ്മെന്റ് ആയിരിക്കാം, ചിലപ്പോൾ പാർട്ടികളുടെ അഡ്വർടൈസ്മെന്റുകളായിരിക്കാം, അപ്പോൾ ചിലപ്പോൾ പൊളിറ്റിക്കൽ അഫിലിയേഷൻസുകളുടെ അഡ്വർടൈസ്മെന്റുകളായിരിക്കാം. അപ്പോൾ ഒരു കമ്പനി എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു ബിസിനസ് മേക്കിംഗ്, പ്രോഫിറ്റ് മേക്കിംഗ് എന്ന മോട്ടീവിലേക്ക് മാത്രം നോക്കുകയാണെങ്കിൽ അദ്ദേഹം ചെയ്തതിൽ യാതൊരു തെറ്റുമില്ല എന്ന് നമുക്ക് തോന്നിപ്പോകും അല്ലെ? പക്ഷെ അതേ സമയത്ത് നമ്മളുടെ ഇന്നർ സെൽഫിലുള്ള ഒരു അദ്ദേഹം ചെയ്തത് തെറ്റാണ്, അല്ലെങ്കിൽ അദ്ദേഹം അങ്ങനെ ഫേക്ക് ന്യൂസ് എന്ന് പറയുന്നത് തന്നെ ഒരു വളരെയധികം വലിയൊരു ക്രൈമാണ് എന്ന് നമ്മളുടെ ഇന്നർ സെൽഫ് തന്നെ പറയുന്നുണ്ട്. നമ്മൾ അതിന്റെ റൂൾസും റെഗുലേഷൻ ഇന്ത്യയിൽ അല്ലെങ്കിൽ ഇന്റർനാഷണൽ ലെവലിലുള്ള തന്നെ അതിന്റെ പണിഷ്മെന്റ് ഒന്നും അറിയാതെ തന്നെ നമ്മളുടെ മനസ്സിൽ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു ഇന്നർ സെൽഫിലുള്ള ഒരു വിളി അവിടെ ഉണ്ട്, അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രേരണ നമുക്കുണ്ട് ഇത് തെറ്റാണ് എന്ന് പറയാൻ. അപ്പോ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ബിസിനസ്സിലേക്ക് വരുന്ന സമയത്ത് ബിസിനസിന്റെ വളരെയധികം കോൺട്രവേഴ്ഷ്യൽ ആയിട്ട് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ടോപ്പിക് ആയിട്ടുള്ള ബിസിനസ് എത്തിക്സ്, അല്ലെങ്കിൽ എന്താണ് ബിസിനസ് എത്തിക്സ് എന്നും ബിസിനസ് എത്തിക്സിന്റെ ആ ഒരു ഇവല്യൂഷനും അതിന്റെ ആ മേഖലകളിലുള്ള വ്യത്യസ്ത ചർച്ചകൾ എന്നൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഈ ഒരു ചാപ്റ്ററിനെ ഞാൻ 2 പാർട്ടാക്കുകയാണ്. ഓക്കെ, ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അതിന്റെ എന്താണ് ബിസിനസ് എത്തിക്സ് അല്ലെങ്കിൽ എത്തിക്സും ലോയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്. ഓക്കെ, അത് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നു. അപ്പോൾ ഈ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ആദ്യം രണ്ടും എന്താണെന്ന് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് ബിസിനസ്സും എത്തിക്സും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ കഴിയുള്ളൂ. അതേപോലെ നെക്സ്റ്റ് നമ്മൾ അതിനുശേഷം നമ്മൾ എന്താണ് വ്യത്യസ്ത ബിസിനസ് എത്തിക്സിന്റെ അത് പഠിക്കേണ്ടതിന്റെ ആവശ്യകത, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഉള്ള ഒരു ഗ്ലോബലൈസ്ഡ് ആയിട്ടുള്ള ഒരു എക്കോണമിയിൽ അല്ലെങ്കിൽ എല്ലാ മൾട്ടിനാഷണൽ കമ്പനികളും വ്യത്യസ്ത രാജ്യങ്ങളിലും വ്യത്യസ്ത റീജിയനുകളിലും വ്യത്യസ്ത ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള കൾച്ചറുകളൊക്കെ ഫേസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അതിന്റെ വാല്യൂസിനെയൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് കമ്പനികൾ ബൗണ്ടറി രഹിതമായിക്കൊണ്ട് അല്ലെങ്കിൽ വിത്തൗട്ട് ബൗണ്ടറി ലോകം മൊത്തം ഒറ്റ മാർക്കറ്റ് എന്നുള്ള ഗ്ലോബലൈസ്ഡ് മാർക്കറ്റ് എന്നുള്ള കൺസെപ്റ്റ് ഫോളോ ചെയ്ത് പോകുന്നത് കൊണ്ട് അങ്ങനെയുള്ള ഒരുപാട് കമ്പനികൾ വരുന്നത് കൊണ്ട് തന്നെ ഈ പറയുന്ന ടോപ്പിക്കിന് അല്ലെങ്കിൽ എന്താണ് എത്തിക്സ് എന്നും എത്തിക്സിനെ പറ്റി സ്റ്റഡി ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇതിന്റെ ബേസിക് കൺസെപ്റ്റുകൾ, അല്ലെങ്കിൽ എന്താണ് എത്തിക്സ് എന്നും അതിന്റെ ഇമ്പോർട്ടൻസ്, അതിന്റെ നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ്, അതിന്റെ പിന്നിലുള്ള ചില ആർഗ്യുമെന്റ്സുകൾ, ഏതാണ് എത്തിക്സ്, എന്താണ് റൈറ്റ് വേ ഇൻ എ ബിസിനസ്, എത്തിക്സിലെ റൈറ്റ് വേ എന്താണെന്ന് ഡിസ്കസ് ചെയ്യുന്നു. ആൻഡ് സെക്കൻഡ് പാർട്ടിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ബിസിനസ് എഡ്യൂക്കേഷന്റെ ഇന്നത്തെ പ്രാധാന്യവും അതുമായി ബന്ധപ്പെട്ട എഡ്യൂക്കേഷൻ ഫീൽഡ് അല്ലെങ്കിൽ ബിസിനസ് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന 2 തരത്തിലുള്ള ആർഗ്യുമെന്റുകൾ എന്തൊക്കെയാണ്,
അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളും അതിനെതിരെ വാദിക്കുന്ന ആളുകളും പറഞ്ഞു വെക്കുന്ന പോയിന്റ്സുകൾ എന്താണ്, ആർഗ്യുമെന്റ്സുകൾ എന്തൊക്കെയാണ് രണ്ടാമത്തെ പാർട്ടിൽ പറയുന്നത്. അപ്പോ നമുക്ക് നമ്മളുടെ ഫസ്റ്റ് പാർട്ടിലേക്ക് കിടക്കാം. അപ്പൊ ആദ്യമായിട്ട് എന്താണ് എത്തിക്സ്? അപ്പൊ എത്തിക്സ് എന്ന് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് നിന്റെ എത്തിക്സ് അല്ലെങ്കിൽ നമ്മൾ കേട്ടിട്ടുണ്ടാവും, ഡോക്ടർമാരുടെ എത്തിക്സിന് ചേർന്ന പരിപാടിയല്ല, അല്ലെങ്കിൽ നിന്റെ പ്രൊഫഷന്റെ എത്തിക്സിന് ചേർന്ന കാര്യമല്ല നീ ചെയ്യുന്നത് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്, അല്ലെങ്കിൽ പറഞ്ഞു കേൾക്കാറുണ്ട്. അപ്പോഴൊക്കെ നമ്മളുടെ മനസ്സിൽ എത്തിക്സ് എന്ന് പറയുന്നത് എന്താണ്? നമ്മളൊരു എത്തിക്സിനെ നമുക്ക് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ് ആണ്, അല്ലെ? അതായത് ഒരു സൊസൈറ്റി, ഇപ്പോ ഡോക്ടർമാരുടെ ഒരു സൊസൈറ്റി ആണെന്ന് പറയുകയാണെങ്കിൽ ആ ഡോക്ടേഴ്സ് സൊസൈറ്റിക്കുള്ളിൽ ഡോക്ടർമാരുടെ എത്തിക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ആ സൊസൈറ്റിക്കുള്ളിൽ ഒരു കോമൺ ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള, അല്ലെങ്കിൽ കോമൺ ആയിട്ട് ഫോളോ ചെയ്യപ്പെടുന്ന ഒരു സ്റ്റാൻഡേർഡ് ആണ്, അല്ലെ? കുറെ വാല്യൂസുകളുണ്ട്, ചില സ്റ്റാൻഡേർഡ്സുകളുണ്ട്. അതിനാണ് എന്ത് പറയുക? എത്തിക്സ് എന്ന് പറയാം. ഓക്കെ. അപ്പൊ എത്തിക്സ് എന്ന് പറയുന്നത് ഒരു സൊസൈറ്റിക്കുള്ളിൽ സെറ്റ് ചെയ്ത് വെക്കപ്പെട്ടിട്ടുള്ള, അത് ഫിക്സ്ഡ് ആയിരിക്കാം, ഒരു പക്ഷേ വളരെ ഫ്ലെക്സിബിൾ ആയിരിക്കാം. പക്ഷെ എങ്കിൽ പോലും ഒരു സൊസൈറ്റിക്കുള്ളിൽ പ്രിവെയിൽ ആയിട്ടുള്ള ചില വാല്യൂസുകളെയും സ്റ്റാൻഡേർഡ്സുകളെയുമാണ് എന്ത് പറയുന്നത്? എത്തിക്സ് എന്ന് പറയുന്നത്. അപ്പൊ എത്തിക്സിനെ പറ്റി പറയുന്ന സമയത്ത് വ്യത്യസ്ത കാര്യങ്ങൾ ഇതിൽ ഇൻക്ലൂഡ് ആവുന്നുണ്ട്. അതിൽ ഫെയർനെസ് ഉണ്ട്, ബിഹേവിയർ ഉണ്ട്, റെസ്പോൺസിബിലിറ്റി ഉണ്ട്, അക്കൗണ്ടബിലിറ്റി ഉണ്ട്, ലോയൽറ്റി ഉണ്ട്, ചോയ്സസ് ഉണ്ട്. അപ്പൊ ഇങ്ങനെ ഒരുപാട് കണ്ടന്റുകൾ, അല്ലെങ്കിൽ എത്തിക്സ് എന്ന് പറയുന്ന ഒരു ചെറിയൊരു ഏരിയ അല്ല, ഒരു വൈഡ് വെറൈറ്റീസ് ഓഫ് ഒരു കൺസെപ്റ്റ് ആണ് എന്ത്? എത്തിക്സ് എന്ന് പറയാം. അപ്പോ ഈ എത്തിക്സിനെ നമ്മളിപ്പോ ഈ പറഞ്ഞു വെച്ചിട്ടുള്ള ഇത്രയും ചില വാല്യൂസുകളെയും ബിഹേവിയറുകളെയൊക്കെ നമ്മളുടെ ബിസിനസ്സിലേക്ക് അപ്ലൈ ചെയ്താൽ എന്താണ് സംഭവിക്കുക? അല്ലെങ്കിൽ ഈ ബിസിനസ്സിലേക്ക് അപ്ലൈ ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത്? ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ബിസിനസ് നടത്താൻ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഏത് ബിസിനസ്സിലേക്കാണ് നിങ്ങൾ ഇറങ്ങുന്നത്, ആ ബിസിനസ്സിനുള്ളിൽ ചില സ്റ്റാൻഡേർഡുകൾ ഉണ്ട്. ഓക്കെ. അല്ലെങ്കിൽ ചില പെരുമാറ്റ രീതികളുണ്ട്, ചില ബിഹേവിയറുകളുണ്ട്, ചില റെസ്പെക്റ്റുകളുണ്ട്, അല്ലെ? ചില ചോയ്സുകൾ നമ്മൾ എടുക്കാനുണ്ട്. പിന്നെ മാത്രമല്ല ചില അക്കൗണ്ടബിലിറ്റികൾ ഉണ്ട്, അല്ലെ? മറുപടി പറയേണ്ട ഉത്തരവാദിത്വം ഒക്കെ ഉണ്ട്. അപ്പൊ ഇതെല്ലാം കൺസേൺഡ് ആയിട്ടുള്ള, കവർ ചെയ്യുന്ന ഒരു വലിയൊരു ടോപ്പിക്കാണ്, അല്ലെങ്കിൽ വലിയൊരു ഏരിയ ഓഫ് സ്റ്റഡി ആണ് എന്ത് പറയുന്നത്? എത്തിക്സ് എന്ന് പറയാം, അല്ലെങ്കിൽ ബിസിനസ് എത്തിക്സ് എന്ന് പറയാം. മറ്റൊരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസിന്റെ ഡിസിഷൻ മേക്കിംഗ്, അല്ലെങ്കിൽ തീരുമാനങ്ങൾ എടുക്കുന്ന സമയങ്ങളൊക്കെ, ഓരോ തീരുമാനങ്ങളും എടുക്കുന്ന സമയത്ത് ഇത് ശരിയാണോ, അല്ലെങ്കിൽ ഇത് തെറ്റാണോ, ഈ ബിസിനസിന്റെ ചിലപ്പോൾ ഒരു ബിസിനസിന് ഒരുപാട് പ്രോഫിറ്റ് നൽകുന്നതായിരിക്കാം, പക്ഷെ അത് മോറലി, അല്ലെങ്കിൽ നമ്മൾ കൊണ്ടു നടക്കുന്ന കുറെ വാല്യൂസ് വെച്ച് നോക്കുമ്പോഴേക്കും വളരെ ഇല്ലീഗൽ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന, അല്ലെങ്കിൽ വളരെ റോങ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും, അല്ലെ? അപ്പോ ഇങ്ങനെ ചില സിറ്റുവേഷൻസ്, അല്ലെങ്കിൽ ഇങ്ങനെ സ്റ്റക്കായി പോകുന്ന ചില സിറ്റുവേഷനിലൊക്കെ വരുന്ന സമയത്തൊക്കെയാണ് നമ്മൾ ഈ എത്തിക്കൽ സ്റ്റഡിയുടെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുന്നത്. അപ്പൊ എത്തിക്കൽ സ്റ്റഡി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എത്തിക്സ് എന്ന് പറയുന്നത് എന്താണ്? നമ്മളെ ബിസിനസിന്റെ ഉള്ളിലെ ശരി തെറ്റുകളെ പറ്റിയുള്ള ഒരു സ്റ്റഡിയാണ് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ, ഈ ഒരു അക്കാഡമിക് ലെവലിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഇതൊരു ഡിസിപ്ലിൻ, എന്താണ്, ബ്രാഞ്ച് ഓഫ് സ്റ്റഡി, അല്ലെങ്കിൽ ഒരു സ്റ്റഡി ചെയ്യുന്ന ഒരു ഡിസിപ്ലിൻ ആണ്, അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റ് ആയി നമ്മൾ പറയുകയാണെങ്കിൽ അതിനെന്ത് പറയാം? നമ്മൾ ബിസിനസ്സിലെ തീരുമാനങ്ങൾക്ക് എടുക്കുന്ന, അല്ലെങ്കിൽ ബിസിനസ്സിലെ ഓരോ സ്റ്റേറ്റ്മെന്റുകളുടെയും ശരി തെറ്റുകളെ പഠിക്കുന്ന ഒരു ഏരിയ ഓഫ് സ്റ്റഡി ആണെന്ന് പറയുന്നത് ബിസിനസ് എത്തിക്സ് എന്ന് പറയാം. ഓക്കെ. അപ്പൊ ഇതിനൊരു അക്കാഡമിക്കൽ ഡെഫിനിഷൻ ആണ് നമ്മളിപ്പോ പറഞ്ഞു വെച്ചത്. അപ്പൊ എത്തിക്സ് എന്ന് പറയുന്നതിന്റെ ഒരു പ്രീവിയസ്, അല്ലെങ്കിൽ അതിന്റെ ഒരു ബാക്ക് ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ, എത്തിക്സ് എന്ന് പറയുന്നത് കൂടുതൽ ഒരു ഫിലോസഫിയുമായി ബന്ധപ്പെട്ട ഒരു ഏരിയ ആണ്. ഓക്കെ. അപ്പോൾ വ്യത്യസ്ത ആർഗ്യുമെന്റുകളും, അല്ലെങ്കിൽ അതിനൊരു പ്രത്യേകമായിട്ടുള്ള ഒരു സിസ്റ്റമാറ്റിക്, നമ്മൾ സയന്റിഫിക് പ്രിൻസിപ്പിൾസും മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ഒക്കെ പഠിച്ച സമയത്ത് അതിനൊക്കെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതികളുണ്ട്. പക്ഷെ ഇതിന് അങ്ങനെ ഒരു സിസ്റ്റമാറ്റിക് പ്രിൻസിപ്പിളോ, അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് സ്റ്റാൻഡേർഡ്സുകളോ ഒന്നുമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകം എന്ന് പറയുന്നത് വൈഡ് വെറൈറ്റീസ് ഓഫ് ആളുകളും വെറൈറ്റീസ് സൊസൈറ്റികളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ, അപ്പോൾ ഓരോ സൊസൈറ്റിയിലും പ്രിവെയിൽ ചെയ്യുന്ന വ്യത്യസ്ത തരത്തിലുള്ള ചിന്താഗതികളൊക്കെ ആയിരിക്കും, അല്ലെ? അപ്പോൾ അതുകൊണ്ട് തന്നെ മാത്രമല്ല, ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്ന കൺസെപ്റ്റ് തന്നെ ഫോർമേറ്റ് ചെയ്ത് വരുന്നത് 20th സെഞ്ചുറിയിലാണ്. അതായത് 1900 തൊട്ട്, അല്ലെങ്കിൽ ഫസ്റ്റ് വേൾഡ് വാർ കഴിഞ്ഞതിന് ശേഷമാണ് ഇതിന് ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് സ്റ്റഡികളൊക്കെ നടക്കുന്നത്. ഓക്കെ. ഈവൻ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ പോലും ഇത് ഇംപ്ലിമെന്റ് ചെയ്ത് തുടങ്ങുന്നത് 1918 ശേഷമാണ്. ഓക്കെ. അപ്പോ അത്രയും ലേറ്റസ്റ്റ് ഒരു
ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയ ആയിട്ട് അല്ലെങ്കിൽ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കൺസെപ്റ്റും ഡിസ്കഷനുമാണ് ഈ പറയുന്ന ബിസിനസ് എത്തിക്സ് എന്ന് പറയാം. പക്ഷെ എങ്കിൽ പോലും നമ്മളെ കമ്പാരിറ്റീവ് നോക്കുകയാണെങ്കിൽ ഒരുപാട് വ്യത്യസ്ത തരത്തിലുള്ള ആർഗ്യുമെന്റുകൾ അല്ലെങ്കിൽ ഒരു ഡിസിഷനെ തന്നെ വ്യത്യസ്ത രീതിയിൽ പറയുന്ന വ്യത്യസ്ത കാഴ്ചപ്പാടുകളിൽ അതിനെ കാണുന്ന ആർഗ്യുമെന്റുകൾ കൊണ്ടുവന്നിട്ടുള്ള ഒരുപാട് എക്കണോമിസ്റ്റുകളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോ അതിനെ നമ്മൾ വ്യത്യസ്ത സ്കൂളുകൾ എന്ന് പറഞ്ഞാൽ പഠിക്കുക. ഇപ്പൊ ഷിക്കാഗോ സ്കൂൾ ഉണ്ട്, അങ്ങനെ വ്യത്യസ്ത സ്കൂളുകളായിട്ടാണ് തിരിച്ചുകൊണ്ടാണ് പഠിക്കുക. അപ്പോൾ ഈ അഭിപ്രായങ്ങളൊക്കെ ഓരോ സ്കൂളായിട്ട് കാറ്റഗറൈസ് ആണ് പഠിക്കുക. നമ്മൾ മാനേജ്മെന്റിൽ പഠിച്ചിട്ടുള്ളത് പോലെ തന്നെ എക്സാക്ട്ലി ഇവിടെയും വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറയുന്ന എക്കണോമിസ്റ്റുകളെ ഒരു ഗ്യാങ് ആയി തിരിച്ചുകൊണ്ടാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, ഇനി ബിസിനസിന്റെ എത്തിക്സിലേക്ക് വരുന്ന സമയത്ത് ബിസിനസിന്റെ എത്തിക്സ് എന്ന് പറയുന്നത് ഒരു വലിയൊരു ഏരിയ ആണെന്ന് വേണമെങ്കിൽ പറയാം. ബിസിനസിന്റെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പുകൾക്കും ഓക്കെ അതിൻ്റെതായിട്ടുള്ള എത്തിക്കൽ വാല്യുവേഷൻസുകളുണ്ട്. ഇപ്പൊ നമ്മൾ ഗ്ലോബലൈസേഷനെ പറ്റി പറയുമ്പോൾ അതിനൊരു എത്തിക്സ് ഉണ്ട്. ഓക്കെ, കാരണം എന്താണ്, ഒരു ഗ്ലോബൽ കൾച്ചർ, ഒരു ഇന്റർനാഷണൽ മാർക്കറ്റിലേക്ക് ചെല്ലുന്ന സമയത്ത് ഇപ്പൊ ബ്രിട്ടനിൽ നിന്ന് ഒരാൾ ഇന്ത്യയിലേക്ക് വന്നുകൊണ്ട് ബിസിനസ് ചെയ്യുന്ന സമയത്ത് അവിടുത്തെ കൾച്ചറിനെ നമ്മൾ പരിഗണിക്കണം, വാല്യൂ ചെയ്യണമെന്നായിട്ടുണ്ട് അല്ലെ. അത് അവർ ചെയ്തില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ അവർ ബിസിനസ് ചെയ്യാൻ വന്നിട്ട് പിന്നീട് അവിടെ നമ്മളെ ഡൊമിനേറ്റ് ചെയ്യാണ് ചെയ്തത്. അപ്പൊ അവിടെ അവർ എത്തിക്സിനെ ഒഴിവാക്കി, അല്ലെങ്കിൽ അവർക്ക് അത് എത്തിക്സ് കാണിച്ചിട്ടില്ല, ബിസിനസിന്റെ എത്തിക്സ് അവർ കാണിച്ചിട്ടില്ല. പകരം എന്താണ്, ഡൊമിനേഷൻ നടത്തിക്കൊണ്ട് അവിടുത്തെ റിസോഴ്സുകളെ പരമാവധി ലൂട്ട് ചെയ്യുക മാത്രം ചെയ്തതാണ് നമ്മളുടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ ഇന്ത്യയെ ഡൊമിനേറ്റ് ചെയ്യുന്ന ഒരു ഇന്ത്യ എത്രയും ഹേറ്റ് ചെയ്യുന്ന ഒരു രാജ്യമാക്കി അല്ലെങ്കിൽ മാറിയിട്ടുള്ളത്. ഓക്കെ, അപ്പോ ഇതെല്ലാം എന്താണ് നമ്മൾ പറഞ്ഞതുപോലെ മറ്റൊരു രാജ്യങ്ങളിലേക്ക് നമ്മൾ പോകുന്നു എന്നതിന്റെ അർത്ഥം ഗ്ലോബലൈസേഷന്റെ ഒരു ഭാഗമാണ് അല്ലെ. അപ്പൊ ഗ്ലോബലൈസേഷൻ എടുത്ത് സംസാരിക്കുന്ന സമയത്തും അവിടെയും നമ്മൾക്ക് എന്ത് പറയേണ്ടി വരും, എത്തിക്സിനെ പറ്റി പറയേണ്ടി വരും. അതേപോലെ മാനേജ്മെന്റ് സ്റ്റാഫുകളെ റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോ ആ സമയങ്ങളിൽ ഓക്കെ നല്ല വൈറ്റ് ആയിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ നല്ല ഫെയർ സ്കിന്നുള്ള ആളുകളെ മാത്രം ഹയർ ചെയ്തെന്ന് വിചാരിക്കുക. ഓക്കെ, അവിടെ അത് എത്തിക്സിന് വിപരീതമല്ല, അല്ലെങ്കിൽ ആ ഒരു വാല്യൂസിന് വിപരീതമായിട്ടല്ലേ അവിടെ ഹയർ ചെയ്യുക. അപ്പോൾ നമ്മൾ ബിസിനസ്സിൽ എടുക്കുന്ന ഓരോ സ്റ്റേറ്റ്മെന്റുകൾക്കും, ബിസിനസ്സിൽ എടുക്കുന്ന ഓരോ ഡിസിഷൻ വർക്കും, ബിസിനസിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് മുതൽ അതിന്റെ എൻഡ് പോയിന്റ് അല്ലെങ്കിൽ എൻഡ് പ്രോസസ്സ് വരെയുള്ള എല്ലാ പ്രോസസ്സുകളിലും എത്തിക്കൽ വാല്യൂസ് എന്ന് പറയുന്നത് വളരെ ഇൻഡൽജ് ചെയ്ത് കിടക്കുന്നതാണ്, അല്ലെങ്കിൽ അതിന്റെ അന്തർലീനമായിട്ട് ഉള്ള ഒരു കാര്യം തന്നെയാണ് എത്തിക്കൽ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയാം. അപ്പോൾ ബിസിനസ്സിൽ എടുക്കുന്ന ഓരോ തീരുമാനങ്ങൾക്കും അവിടെയും എന്തുണ്ട്, ഒരു മൊറാലിറ്റി സ്കെയിൽ അവിടെ എപ്പോഴും ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു എത്തിക്കൽ സ്കെയിൽ അവിടെ എപ്പോഴും ഉണ്ടായിരിക്കും. അപ്പോ അതിനനുസരിച്ച് അല്ലെങ്കിൽ നമ്മൾ അതിലൂടെ കിട്ടുന്ന അല്ലെങ്കിൽ ആ ഒരു ഡിസിഷനിലൂടെ ഉണ്ടാവുന്ന ഇമ്പാക്റ്റ് അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ, അത് ആർക്കാണ് ഏറ്റവും കൂടുതൽ പോസിറ്റീവ് ആവുന്നത്, ഏറ്റവും കൂടുതൽ നെഗറ്റീവ് ആവുന്ന ആർക്കാണ്, അത് ഫെയർ ആയിട്ടുള്ള അല്ലെങ്കിൽ ആ നെഗറ്റീവ് ആവുന്ന ആളുകൾ എന്ന് പറയുന്നത് ഫെയർ ആയിട്ടുള്ള ആളുകളാണോ, അല്ലെങ്കിൽ അവരോട് അത് ചെയ്യുന്നത് നല്ലതാണോ, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നത് ശരിയാണോ എന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു ഏരിയ ആണ് ഈ പറയുന്ന ബിസിനസ് എത്തിക്സ് എന്ന് പറയാം. അപ്പൊ നമ്മൾ ബിസിനസ് എത്തിക്സിന്റെ സ്റ്റഡി എവിടെയാണ് ഫോക്കസ് ചെയ്യുന്നതെന്ന് പറയാൻ കഴിയില്ല. കാരണം ബിസിനസ് എത്തിക്സിന്റെ സ്റ്റഡി എന്ന് പറയുന്നത് ഏകദേശം എല്ലാ പ്രോസസ്സുകളും, ബിസിനസിന്റെ ടാക്സേഷൻ പോളിസി മുതൽ, അല്ലെങ്കിൽ ബിസിനസിന്റെ മാർക്കറ്റ് ചൂസ് ചെയ്യുന്നത് മുതൽ, ബിസിനസിന്റെ ഇന്റർനാഷണൽ അലയൻസ് അല്ലെങ്കിൽ കോമ്പറ്റീഷൻസ്, അങ്ങനെ ഗവൺമെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയായിരിക്കണം, സൊസൈറ്റിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ്, അതിന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ടുള്ള റിലേഷൻഷിപ്പ്, ഇതിലെല്ലാത്തിലും നമ്മൾ പറയുന്നത് പോലെ ബിസിനസ് എത്തിക്സിന്റെ ഒരു കൈ ഉണ്ട് എന്നർത്ഥം. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞുള്ള എത്തിക്കൽ സ്റ്റാൻഡേർഡ് നമ്മളെ ബിസിനസ്സിലേക്ക് അപ്ലൈ ചെയ്യുന്നു, അല്ലെങ്കിൽ ബിസിനസിന്റെ ഡിസിഷൻ മേക്കിംഗ് സമയത്താണ് ഈ പറയുന്ന വാല്യൂസ് നമ്മൾ പരിഗണിക്കുക. ഓക്കെ, നമ്മൾ ശമ്പളം കൊടുക്കുന്ന സമയത്ത്, ഓക്കെ, അപ്പോൾ ശമ്പളം കൊടുക്കുന്ന സമയത്ത് ബിസിനസിന് പ്രോഫിറ്റ് പ്രോപ്പറായിട്ടില്ല എങ്കിൽ പോലും വളരെ അധികം ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു എംപ്ലോയീസ് ആണ് നമുക്കുള്ളത് എങ്കിൽ അവിടെ എത്തിക്കൽ വാല്യൂ മാത്രം പരിഗണിച്ചിട്ടാണ് എങ്കിൽ ഒരുപക്ഷെ നമ്മൾ ആ ഒരു ഹാർഡ് വർക്കിനെ മനസ്സിലാക്കിക്കൊണ്ട്, ഒരുപക്ഷെ എക്കോണമി മോശമായത് കൊണ്ടാണ്, ഇവർ വർക്ക് ചെയ്യാത്തത് കൊണ്ടല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് ശമ്പളം പ്രോപ്പറായിട്ട് നൽകുകയും ചെയ്യും. പക്ഷെ അതേസമയത്ത് എത്തിക്കൽ ആയിട്ടുള്ള വാല്യൂസ് കീപ്പ് ചെയ്യാത്ത കമ്പനി എന്ത് ചെയ്യും, ഒബ്വിയസ്ലി അവരുടെ സാലറി കട്ട് ചെയ്യും അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള ചില ഡിസിഷൻസുകളൊക്കെ നമ്മളുടെ ബിസിനസ് എത്തിക്സിന്റെ ഭാഗമായിട്ട് വരും. ഇനി മറ്റൊരു ഡിസ്കഷൻ ആണ് നമ്മളുടെ ലോയും, അല്ലെങ്കിൽ ഒരു ബിസിനസ്സിനുള്ളിലുള്ള അല്ലെങ്കിൽ മൊത്തത്തിലുള്ള കോമൺ ആയിട്ടുള്ള രാജ്യം മൊത്തമുള്ള ലോയും എത്തിക്സും തമ്മിൽ എന്താണ് ബന്ധം. ഓക്കെ, അപ്പോ എത്തിക്സും ലോയും എങ്ങനെയാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത്? ഇവ രണ്ടും രണ്ട് യുണീക്ക് ആയിട്ടുള്ള ഐഡിയകളാണ്, പക്ഷെ എങ്കിൽ പോലും ഇവ തമ്മിലൊരു ഇന്റർലിങ്ക് ഉണ്ട്. ഓക്കെ,
അപ്പൊ അതാണ് നമ്മളുടെ ഈ ഒരു വെൻ ഡയഗ്രത്തിലൂടെ നമ്മൾ കാണിച്ചിട്ടുള്ളത്. അപ്പോ ലോ ലോ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളുടെ ഒന്നുകിൽ ഒരു സൊസൈറ്റി അവർക്ക് വേണ്ടി അവരുടെ പ്രോപ്പർ ഫങ്ഷനിങ്ങിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസുകളുടെ അല്ലെങ്കിൽ സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസുകളെയാണ് എന്ത് പറയുക, ബിസിനസ് അല്ലെങ്കിൽ ലോസ് എന്ന് പറയാം. ഓക്കെ, അപ്പോ ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സൊസൈറ്റിയുടെ പ്രോപ്പർ ഫംഗ്ഷൻ നടക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മൾ ഒരു ബിസിനസ്സിൽ നമ്മൾ പറയാറുണ്ട്, ബിസിനസ്സിൽ 9:30 നിങ്ങൾ ഓഫീസിൽ വരണം, 5:30 ആകുമ്പോൾ പോകണം. പക്ഷെ എത്തിക്സ് പരമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെ എത്തിക്സ് പരിഗണിക്കാൻ കഴിയുമോ? അല്ലെങ്കിൽ അവിടെ എത്തിക്സിന്റെ ലോജിക് ഉണ്ടോ അവിടെ? ഇല്ല, അല്ലെ? അപ്പം ലോയ്ക്ക് തന്നെ എത്തിക്സിന്റെ ഭാഗമല്ലാത്ത അല്ലെങ്കിൽ എത്തിക്സ് കടന്നു വരാത്തൊരു ഭാഗമുണ്ട്. അതാണ് നമ്മളിവിടെ കാണുന്ന ആ ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഭാഗം, വെൻ ഡയഗ്രത്തിൽ കാണുന്ന ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള പാർട്ട്. ഓക്കെ, അപ്പൊ ലോയിൽ തന്നെ എത്തിക്സ് വരുന്ന ഭാഗവുമുണ്ട്, എത്തിക്സ് വരാത്ത ഭാഗവുമുണ്ട്. ഓക്കെ, അപ്പോ ഉച്ചയ്ക്ക് ഭക്ഷണത്തിനുള്ള ടൈം സെറ്റ് ചെയ്യുന്നു. ഓക്കെ, അത് എത്തിക്സിന്റെ ഭാഗമാണ്, അല്ലെ? അല്ലെങ്കിൽ എത്തിക്സിന്റെ അല്ലെങ്കിൽ ഒരു മാനസിക പരിഗണന കൂടിയുണ്ട്. കാരണം എല്ലാ എംപ്ലോയീസും സാധാരണഗതിയിൽ ഭക്ഷണം കഴിക്കണം. അവർക്ക് വിശക്കുന്ന സമയത്ത് ഒരു നിർണിത സമയം കൊടുത്തുകൊണ്ട് അവർക്ക് ഭക്ഷണം കഴിക്കാനുള്ള സമയം കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊരു എത്തിക്സിന്റെ ഭാഗമാണ്. അതേപോലെ വിശ്രമത്തിന് ഒരു സമയം കൊടുക്കുന്നുണ്ട്. അത് എത്തിക്സിന്റെ ഒരു എത്തിക്സിന്റെ ഒരു ബാക്കപ്പ് ഉള്ള ഒരു നിയമമാണത്, അല്ലെ? അപ്പൊ ലോ എന്ന് പറയുന്ന ഒരു സെറ്റ് ഓഫ് റൂൾസ് ആണെങ്കിൽ കൂടി തന്നെ ഈ ലോയ്ക്കും ചില എത്തിക്സിന്റെ ചില ഇൻഫ്ലുവൻസ് ഉണ്ട്. അതേ സമയത്ത് എത്തിക്സ് എന്ന് പറയുന്നത്, ഓക്കെ, എത്തിക്സിനെ നമുക്ക് കൂടുതൽ സത്യത്തിൽ ഇങ്ങനെയല്ല വെൻ ഡയഗ്രം, ഇതിനെ വേറൊരു തലത്തിലും വെൻ ഡയഗ്രം ചെയ്യാം. അതായത് എത്തിക്സിനെ ഈ ലോയിന്റെ ഒരു എത്തിക്സിനെ ഒരു ലാർജ് ലെവലിലേക്ക് വരയ്ക്കുക. അതായത് ലോയിനേക്കാളും അല്പം കൂടി വലിയ ഒരു കൺസെപ്റ്റ് ആണ് എത്തിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, കാരണം നമ്മൾ ഒരു ലോ ക്രിയേറ്റ് ചെയ്തുണ്ടായി വരുന്നത് ഒരു പക്ഷേ ഈ എത്തിക്കൽ അല്ലെങ്കിൽ ചില വാല്യൂസ് നമ്മളുടെ ഉള്ളിലുള്ളത് കൊണ്ടാണ്. ഓക്കെ, ഇപ്പോ പണ്ട് കാലങ്ങളിൽ എംപ്ലോയീസ് വർക്ക് ചെയ്യുന്ന ടൈം ഫിക്സ് ചെയ്തിട്ടില്ലായിരുന്നു. ഓക്കെ, അല്ലെങ്കിൽ അത് ഒരു പക്ഷെ കമ്പനി ഡിഫൈൻ ചെയ്യുന്നത് എന്താണോ, അല്ലെങ്കിൽ കമ്പനിയുടെ ഓണേഴ്സ് ഡിഫൈൻ ചെയ്യുന്നത് എന്താണോ, ആ ടൈമിൽ തന്നെ വർക്ക് ചെയ്യേണ്ടി വരിക. ഓക്കെ, അപ്പോ ഒരു സെർട്ടൈൻ അപ്പോൾ ഇതൊരു എത്തിക്സിന് വിപരീതമാണെന്ന് അന്ന് എല്ലാ മനുഷ്യർക്കും ബോധമുണ്ടായിരുന്നു. അവർ സ്ട്രൈക്ക് ചെയ്യാൻ തുടങ്ങി. ഇങ്ങനെയല്ല ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഈ ഒരു ടൈം അല്ല ഞങ്ങൾക്ക് വേണ്ടത്, ഞങ്ങൾക്ക് റെസ്റ്റ് വേണം, ഞങ്ങൾക്ക് ഇത്രയും ടൈം വർക്ക് ചെയ്യാൻ കഴിയില്ല, നമ്മൾക്ക് ഇത്രയും വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെതായിട്ടുള്ള റെസ്റ്റ് ആവശ്യമാണ്. അപ്പൊ എന്നൊക്കെ പറയുന്ന ഒരു എത്തിക്കൽ വാല്യൂസ് അല്ലെങ്കിൽ ഒരു എത്തിക്കൽ സ്റ്റാൻഡേർഡ് ആ സൊസൈറ്റിയിൽ അവിടെ ഓട്ടോമാറ്റിക് ക്രിയേറ്റ് ആവുകയും അത് പിന്നീട് എന്താവുന്നു, ഈ പറഞ്ഞ അതോറിറ്റി അല്ലെങ്കിൽ ഇതിന്റെ ഒരു പവർ സെക്ടർ അല്ലെങ്കിൽ കമ്പനിയുടെ ഓണേഴ്സ് ആണല്ലോ പവേഴ്സ്. അപ്പോൾ അവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ഇത്തരത്തിലുള്ള ഒരു എത്തിക്കൽ വാല്യൂസിന് കഴിയും. അപ്പോൾ അവർ സമരത്തിന് ഇറങ്ങുന്നത് എന്തുകൊണ്ടാണ്? അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അവരുടെ എത്തിക്സിന് വിപരീതമായിക്കൊണ്ടാണ് അവരുടെ വർക്കിംഗ് അവേഴ്സ് ഉള്ളത്. അപ്പോൾ അവർ സമരത്തിന് ഇറങ്ങുന്നതോടുകൂടി ആ നിയമത്തെ അവർക്ക് മാറ്റി എഴുതേണ്ടതായിട്ട് വരുന്നു. അപ്പോൾ എത്തിക്സ് ഫ്യൂച്ചറിൽ എന്തായി മാറും? ഒരുപക്ഷെ ഒരു നിയമമായിട്ട് മാറാം. പണ്ട് കാലത്ത് നമ്മൾ LGBTQ കമ്മ്യൂണിറ്റിയെ പറ്റിയൊക്കെ പറയാറുണ്ട്, അല്ലെ? പണ്ട് കാലങ്ങളിൽ അവർക്ക് യാതൊരു തരത്തിലുള്ള ഒരു റെഗുലേഷൻ അല്ലെങ്കിൽ റൂൾസോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള ഇനാക്ട്മെന്റുകളോ അല്ലെങ്കിൽ അവരുടെ റൈറ്റുകളെ പറ്റി സംസാരിക്കുന്ന ഇനാക്ട്മെന്റുകളോ ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ അത് കോമൺ ആയിക്കൊണ്ട് അവരെയും പരിഗണിക്കണം എന്ന ഒരു എത്തിക്കൽ വാല്യൂസും മോറൽ വാല്യൂസും ഒക്കെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് അല്ലെങ്കിൽ സൊസൈറ്റിയും അല്ലെങ്കിൽ ഗവൺമെന്റ്സുകളും മനസ്സിലാക്കുന്നതോടുകൂടി അതെന്ത് ചെയ്യുന്നു, അവർക്ക് വേണ്ടിയിട്ടുള്ള റൈറ്റുകളെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ അവരെ റീഹാബിലിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ അവരെ എംപവർ ചെയ്യാനൊക്കെയുള്ള പ്രോഗ്രാമുകളും പോളിസികളും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആയിട്ട് ഇനാക്ട് ചെയ്യുന്നു. പാർലമെന്റുകളിലൂടെയും അല്ലെങ്കിൽ കോടതി തന്നെ മുന്നിട്ടിറങ്ങിക്കൊണ്ട് ഇനാക്ട് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ എത്തിക്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറയാം, ഒരു വൈഡർ കൺസെപ്റ്റ് ആയിട്ട് പറയാം. ഈ എത്തിക്സിന്റെ ഒരു പാർട്ടാണ് എന്തായിട്ട് മാറുന്നത്, ഒരു നിയമമായിട്ട് ഫ്യൂച്ചറിൽ മാറിയേക്കാൻ സാധ്യത ഉള്ളത്. അപ്പോൾ എത്തിക്സിനെ ഒരു ലാർജ് കൺസെപ്റ്റ് ആയിട്ടും ലോ എന്ന് പറയുന്ന അതിൽ നിന്നും പ്രിവെയിൽ ചെയ്യുന്ന ഒരു സ്മോൾ കൺസെപ്റ്റ് ആയിട്ട് വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പൊ എത്തിക്സിന്റെ സ്കോപ്പ് കൂടുതലാണ് എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞു വെക്കുന്ന ഐഡിയോളജിയുടെ സാരം. പിന്നെ മറ്റൊരു ഡിബേറ്റ് ആണ്, അല്ലെങ്കിൽ താഴെ നമ്മൾ ഈ ഒരു ചാപ്റ്റർ അല്ലെങ്കിൽ ഈ ഒരു പാർട്ടിന് ഏറ്റവും അവസാന ഭാഗങ്ങളിലായിട്ട് നമ്മൾ കാണപ്പെടുന്ന മറ്റൊരു ഡിബേറ്റ് ആണ് പവർ അല്ലെങ്കിൽ ഒരു അതോറിറ്റി അല്ലെങ്കിൽ ഒരു സുപ്പീരിയോറിറ്റി ആണ് എപ്പോഴും എത്തിക്സിനെ എന്താക്കി മാറ്റുന്നത്,
ലോ ആക്കി മാറ്റുന്നത്. ഓക്കെ, എപ്പോഴാണോ ആ ഒരു പവർ അല്ലെങ്കിൽ ഒരു പവർ ഉള്ളത്, അവരായിരിക്കും ഏകദേശം എത്തിക്കൽ വാല്യൂസിനെ പോലും സ്റ്റാൻഡേർഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്ത് എത്തിക്കൽ വാല്യൂ ആണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കുന്നത് അതിനെ ഡൊമിനേറ്റ് ചെയ്യുന്ന ഒരാളായിരിക്കും. ഇപ്പൊ നമ്മൾ പാട്രിയാർക്കിക്കൽ സൊസൈറ്റി അല്ലെങ്കിൽ പുരുഷ മേധാവിത്വം ഉള്ള ഒരു സൊസൈറ്റിയിലാണ് എങ്കിൽ പുരുഷനായിരിക്കും ആ ഒരു സ്ത്രീയുടെയും നിയമങ്ങളെ തീരുമാനിക്കുന്നത് എന്ന് നമ്മൾ ആ ഒരു ഡിസ്കഷൻ അങ്ങനെ പോകുന്നുണ്ട്. അപ്പോ അങ്ങനെ ഒരു അതോറിറ്റേറ്റീവ് സൊസൈറ്റി ആയിരിക്കും അതിന്റെ എന്താണ് സബോർഡിനേറ്റീവ് ആയിട്ടുള്ള സൊസൈറ്റികളുടെ ഈ പറയുന്ന എത്തിക്കൽ വാല്യൂസിനെ പോലും നിശ്ചയിക്കുന്നത്. നമ്മൾ ഇന്ത്യയിലെ കാസ്റ്റ് സിസ്റ്റത്തെ പറ്റി പറയുന്നുണ്ട്. അപ്പോൾ കാസ്റ്റ് സിസ്റ്റത്തിൽ ഏറ്റവും ടോപ്പ് ലെവലുള്ള കാസ്റ്റ് തന്നെയാണ് അതിന്റെ താഴെയുള്ള ഏറ്റവും താഴെയുള്ള ലെവലുകളിലെ കാസ്റ്റ് സിസ്റ്റത്തിന്റെ റൂൾസുകൾ, അവർ എന്ത് ചെയ്താലാണ് ഫേവറബിൾ ആകുന്നത്, എന്ത് ചെയ്താലാണ് തെറ്റാകുന്നത്, എന്താണ് പണിഷ്മെന്റ് ആകുന്നത് എന്ന് ലെവൽ അനുസരിച്ച് തിരിക്കുന്നത് പോലും എന്താണ് ഇത്തരത്തിലുള്ള അതോറിറ്റേറ്റീവ് അല്ലെങ്കിൽ ഒരു പവർ ആ ഒരു ടോപ്പ് ലെവലിന് ഉള്ളത് കൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു ആർഗ്യുമെന്റ് കൂടി അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങളുടെ അഭിപ്രായമാണ്, ഇതൊരു ഒരിക്കലും എന്തല്ല ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള അഭിപ്രായമല്ല. അപ്പൊ നിങ്ങൾ ഇതിലേക്ക് അല്ലെങ്കിൽ ഇതിന്റെ ഈ ഡിസ്കഷനുകളെ നിങ്ങൾ കൂടി എന്ത് ചെയ്യുക, ഒന്നുകൂടി നിങ്ങളുടെ മോറലും എത്തിക്കലുമായിട്ടുള്ള കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഒന്ന് പഠിച്ചു നോക്കുക. ഓക്കെ, അപ്പൊ അതൊന്ന് അവസാനം ഒരു എക്സ്ട്രാ ഒരു ആക്ടിവിറ്റി ആയിട്ട് പറഞ്ഞു എന്ന് മാത്രം. അപ്പൊ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബിസിനസ് എത്തിക്സിന്റെ റെലവൻസ് ആണ്. അപ്പൊ എന്തൊക്കെ പറഞ്ഞാലും ഒരു കോർപ്പറേറ്റ് ബിസിനസ് സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ വ്യത്യസ്ത തരത്തിലുള്ള ചലഞ്ചുകൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും, അല്ലെ? അപ്പൊ ഈ ചലഞ്ചുകളൊക്കെയും വ്യത്യസ്ത ഫേസുകളെ അല്ലെങ്കിൽ വ്യത്യസ്ത ഡിസിഷനുകൾ എടുത്തത് കൊണ്ട് മൂലം ഉണ്ടാകുന്ന ചലഞ്ചുകളായിരിക്കും അധികം. ഓക്കെ, അപ്പോ ഇത്തരത്തിൽ ഒരു കമ്പനിക്ക് അവരുടെ എത്തിക്കൽ വാല്യൂസിന് ഇന്നത്തെ ഒരു സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ക്യാൻസൽ കൾച്ചർ എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഉള്ള ഒരു സമയമാണ്, അല്ലെ? ഇപ്പോ നമ്മൾ ക്യാൻസൽ കൾച്ചറിന്റെ ഒരു ഭാഗം എന്ന് വേണമെങ്കിൽ പറഞ്ഞാൽ ഒരു നിങ്ങൾ കണ്ടിട്ടുണ്ടാവും സൊസൈറ്റിയിൽ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടാവും. ഓക്കെ, അവർ ഏതോ ഒരു സന്ദർഭത്തിൽ പറയുന്ന ഒരു ചെറിയൊരു മിസ്റ്റേക്ക് ആയിരിക്കും, അല്ലെങ്കിൽ ചെറിയ ഒരു തെറ്റ്, അവർ ചെയ്തു പോകുന്ന ചെറിയൊരു തെറ്റായിരിക്കും അവരെ എൻറ്റയർ സോഷ്യൽ മീഡിയയിൽ നിന്നും അല്ലെങ്കിൽ മറ്റു പല പ്ലാറ്റ്ഫോമുകളിൽ നിന്നും, അല്ലെങ്കിൽ അവർ എങ്ങനെയാണോ ബിസിനസ് നേടിയെടുക്കുന്നത് ആ നേടിയെടുക്കുന്ന പ്ലാറ്റ്ഫോമുകളിൽ നിന്നും എല്ലാം ക്യാൻസൽ ചെയ്യപ്പെടുന്നത്, അല്ലെങ്കിൽ അവരുടെ അതിലൂടെ ഉണ്ടാവുന്ന വരുമാനങ്ങൾ ക്ലോസ് ആവുന്നു, അല്ലെങ്കിൽ അതിലൂടെ ആ സോഷ്യൽ മീഡിയ ബാനായി പോകുന്നു. അപ്പൊ അങ്ങനെ ഒരു സിസ്റ്റത്തിലേക്ക് പോകുന്നത് നമുക്ക് കണ്ടിട്ടുണ്ട്. ഒരുപാട് വ്യത്യസ്ത ആളുകൾ ഇത്തരത്തിൽ, വ്യത്യസ്ത സെലിബ്രിറ്റികൾ ഇത്തരത്തിൽ പെട്ടുപോകുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോ ഇത് തന്നെയാണ് കമ്പനികൾക്കും. ഇപ്പൊ നമുക്കറിയാം റൊണാൾഡോ കൊക്കക്കോള കമ്പനിയുടെ ഒരു കുപ്പി മാറ്റി വെച്ചിട്ട് പകരം വാട്ടറിനെ നിങ്ങൾ കുടിക്കൂ എന്ന് പറഞ്ഞിട്ടുള്ള ചെറിയൊരു പ്രൊമോഷൻ, അല്ലെങ്കിൽ അതൊരു ന്യൂസ് വേളയിൽ നടത്തിയിട്ടുള്ള ഒരു 2-3 സെക്കൻഡിനുള്ളിൽ നടന്നിട്ടുള്ള ഒരു ഈവന്റ് ആണ് കൊക്കക്കോളയുടെ കമ്പനിയുടെ ഏകദേശം 60% ഷെയർ പ്രൈസ് ഇടിച്ചത്. ഓക്കെ, കൊക്കക്കോള എന്ന് പറയുന്നത് വേൾഡിലെ തന്നെ ഏറ്റവും ടോപ്പ് 10 MNC മൾട്ടിനാഷണൽ കോർപ്പറേഷൻ കമ്പനികൾ, അത്രയും ക്യാഷ് ഉള്ള അല്ലെങ്കിൽ അത്രയും മാർക്കറ്റ് വാല്യുവേഷൻ ഉള്ള ഒരു കമ്പനിയാണ്. അപ്പോൾ അത്രയും ഫേമസ് ആയിട്ടുള്ള ഒരു കമ്പനിയുടെ ഷെയർ വാല്യൂവിനെ 60% താഴ്ത്താൻ ഈ പറയുന്ന ചെറിയൊരു ഇൻസിഡന്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോ അതുകൊണ്ട് തന്നെ എപ്പോഴും വളരെ വളരെ സ്ക്രൂട്ടിനി അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള നിരീക്ഷണങ്ങളിലൂടെയും ഇൻവെസ്റ്റിഗേഷനിലൂടെയും കടന്നു പോകുന്ന വ്യത്യസ്ത തരത്തിലുള്ള ആർഗ്യുമെന്റ്സുകളും ഗോസിപ്പുകളിലൂടെയും ഒരു കമ്പനി കടന്നു പോകേണ്ടതായിട്ട് വരും. ഒരുപക്ഷെ അത് ഫേക്ക് ആയിരിക്കാം, ഒരുപക്ഷെ റിയൽ ആയിരിക്കാം, അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ ഓരോ തീരുമാനങ്ങളും ഓരോ ഡിസിഷനും എടുക്കുന്ന സമയത്ത് വളരെ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക എന്ന് പറയുന്നത് ഒരു ബിസിനസിന്റെ സക്സസിന് വളരെ അനിവാര്യമാണ്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള സമയത്താണ് ഇതിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. ബിസിനസ് എത്തിക്സ് എന്തുകൊണ്ട് പഠിക്കണം? അതിലൊന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞ എന്താണ്, ഒരുപാട് കണ്ണുകൾ കോർപ്പറേഷനെതിരെ ഉണ്ട്. അത് ഗവൺമെന്റിന്റെ കണ്ണുകളുണ്ട്, ഒരുപാട് ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസികളുണ്ട്, ഇൻവെസ്റ്റിഗേറ്റീവ് ജേണലുകളുണ്ട്, ഇൻഡിപെൻഡന്റ് ജേർണലിസ്റ്റുകളുണ്ട്. അപ്പോൾ ഇങ്ങനെ മാത്രമല്ല ഒരുപാട് ഗോസിപ്പ് പ്രൊവൈഡ് ചെയ്യുന്ന അതിന്റെ എന്താണ് ഗോസിപ്പ് കൊണ്ട് ജീവിക്കുന്ന ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ടാവും. അതേപോലെ ഇവരുടെ കോമ്പറ്റീറ്റേഴ്സ് തന്നെ ഒരുപാട് ഫേക്ക് ന്യൂസുകളോ അല്ലെങ്കിൽ റിയൽ ന്യൂസുകളോ ഇറക്കിക്കൊണ്ട് ഇവരിൽ നിന്നും എന്തെങ്കിലും കിട്ടിക്കൊണ്ട് ഇവരെ തകർക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി പോകുന്ന ഒരുപാട് റൈവൽ ഐസ്, ഓക്കെ, എതിരാളികളുടെ കണ്ണുകൾ ഉള്ള ഒരു കമ്പനികളാണ് ഇന്ന് ഏകദേശം എല്ലാ കമ്പനികളും. ഓക്കെ, അപ്പോ
അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായിട്ട് ബിസിനസ്സിലേക്ക് എടുക്കുന്ന ഓരോ തീരുമാനങ്ങളും നമ്മളുടെ എത്തിക്സിന്റെ വിപരീതമായിട്ട്, അല്ലെങ്കിൽ അവരുടെ സൊസൈറ്റിയുടെ എത്തിക്സിന്, അല്ലെങ്കിൽ ആ രാജ്യത്തിന്റെ എത്തിക്സിന് വിപരീതമാവുകയോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കമ്മ്യൂണിറ്റിയുടെയോ ഗ്രൂപ്പ്സിന്റെയോ എത്തിക്സിന് വിപരീതമാവുകയോ ചെയ്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ എന്നേക്കുമായി അവരുടെ ബിസിനസ്സിനെ വളരെയധികം ക്ഷീണിപ്പിക്കാവുന്ന തരത്തിലുള്ള തീരുമാനങ്ങൾ സൊസൈറ്റിയിൽ നിന്നുണ്ടാവും, അല്ലെങ്കിൽ അവരുടെ അത്തരത്തിലുള്ള റിയാക്ഷൻ സൊസൈറ്റിയിൽ നിന്നും ഗവൺമെന്റിൽ നിന്നൊക്കെ ഉണ്ടാവും, അല്ലെ? അപ്പോ അതുകൊണ്ട് തന്നെ ഓരോ തീരുമാനങ്ങളെയും കൃത്യമായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന ബിസിനസ് എത്തിക്സിനെ പറ്റിയുള്ള ഒരു ധാരണ നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. ഇനി മറ്റൊന്ന് പ്രഷറാണ്. അപ്പൊ ഒരു സിഇഒ അല്ലെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, അല്ലെങ്കിൽ അതിന്റെ മാനേജ്മെന്റ് എന്ന് പറയുന്നത്, ഒരു ബിസിനസിന്റെ കമ്പനിയുടെ മൾട്ടിനാഷണൽ കോർപ്പറേഷനുകളുടെയൊക്കെ മാനേജ്മെന്റ് എന്ന് പറയുന്നത് അത്രയും ഹയർ പേ അല്ലെങ്കിൽ ഹയർ പേയ്മെന്റ് കിട്ടുന്നതിന്റെ പ്രധാന കാരണം, ആ ഒരു പോസ്റ്റുകൾക്ക് തന്നെ എത്രയോ മില്യൺസ് ശമ്പളം കിട്ടുന്നതിന്റെ കാരണം തന്നെ എന്താണ്? അത്രയും റിസ്ക് നിറഞ്ഞ, അത്രയും ഹയർ പ്രഷർ ഉള്ള ഒരു ഏരിയ ആണ്. കാരണം എല്ലാവരെയും കൃത്യമായിട്ട് ഫേവർ ചെയ്തുകൊണ്ട് വേണം പോകാൻ, അല്ലെങ്കിൽ അതിന്റെ ഷെയർ ഹോൾഡേഴ്സിനെ കൃത്യമായി സാറ്റിസ്ഫൈ ചെയ്യാൻ കഴിയണം. അതേപോലെ മീഡിയയെ സാറ്റിസ്ഫൈ ചെയ്യണം, കസ്റ്റമേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്യണം, പബ്ലിക്കിനെ ഹോൾ ഇൻ ഓൾ ആയിക്കൊണ്ട് സാറ്റിസ്ഫൈ ചെയ്യണം, ഗവൺമെന്റുകളെ സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പോൾ എല്ലാ റൈവൽസുകളുടെ ഇതിനിടയിൽ തന്നെ റൈവൽസിൽ നിന്ന് വരുന്ന, അല്ലെങ്കിൽ കോമ്പറ്റീറ്റേഴ്സിൽ നിന്ന് വരുന്ന ആർഗ്യുമെന്റ്സുകളെയും, അല്ലെങ്കിൽ അതിൽ നിന്ന് വരുന്ന കേസുകളൊക്കെ മാനേജ് ചെയ്യണം. അപ്പോൾ വളരെ റിസ്കി ആയിട്ടുള്ള, വളരെ ടെൻസ്ഡ് ആയിട്ടുള്ള, വളരെ പ്രഷറുകൾ നിറഞ്ഞ ഒരു ജോബാണ് ഈ പറയുന്നത് പോലെ ഒരു ബിസിനസിന്റെ മാനേജ്മെന്റ് എന്ന് പറയുക. അപ്പൊ അതുകൊണ്ട് തന്നെ സെക്കൻഡ്ലി ഈ പ്രഷർ തന്നെയാണ് ബിസിനസിന്റെ എത്തിക്സിനെ. അപ്പോൾ ഈ പ്രഷറുകൾക്കിടയിലും ഈ ബിസിനസിന്റെ എത്തിക്സിനനുസരിച്ച്, അല്ലെങ്കിൽ വലിയൊരു ഡാമേജ് ഉണ്ടാക്കാത്ത തരത്തിലുള്ള തീരുമാനങ്ങൾ, വളരെ ആക്യുറേറ്റ് ആയിട്ടുള്ള സ്ട്രാറ്റജിക്കൽ ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുക എന്ന് പറയുന്നത് അതിന്റെ കൃത്യമായിട്ടുള്ള സ്റ്റഡിയിലൂടെ മാത്രം നടക്കുകയുള്ളൂ, അല്ലെ? ബിസിനസ് എത്തിക്സിനെ പറ്റി പഠിക്കാതെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല? ബിസിനസിന്റെ ഈ തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കാൻ കഴിയില്ല. ഇനി നെക്സ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് ക്യാൻസൽ കൾച്ചർ, അല്ലെങ്കിൽ ഇന്റർനെറ്റ് എന്ന് പറയുന്നത് എന്താണ്, ലൈസ് എന്ന് പറയുന്ന കള്ളം, അല്ലെങ്കിൽ ഒരു ഫേക്ക് ന്യൂസ്, കള്ളങ്ങളും നമ്മൾ സത്യത്തെക്കാൾ, അല്ലെങ്കിൽ അതിന്റെ ട്രൂത്തിനേക്കാൾ വളരെ ഫാസ്റ്റായി പോകുന്നതാണ് ലൈസ് എന്ന് പറയുന്നത്. ഫാസ്റ്റായി സ്പ്രെഡ് ചെയ്യുന്നതാണ് ലൈസ് എന്ന് പറയുക, അല്ലെങ്കിൽ ഗോസിപ്പുകൾ എന്ന് പറയാം. അപ്പൊ അതുകൊണ്ട് തന്നെ ചെറിയൊരു ഗോസിപ്പുകൾ പോലും വളരെയധികം ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധ്യതയുള്ളതാണ് ഈ പറയുന്ന ഓരോ കമ്പനികളുടെ കാര്യത്തിലും. ഓക്കെ, അപ്പോൾ അതിന്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഗോസിപ്പ് അല്ല, റീസെന്റ് നടന്നിട്ടുള്ള ഹിഡൻബർഗ് എന്ന് പറയുന്ന കമ്പനി, അല്ലെങ്കിൽ ഹിഡൻബർഗ് എന്ന് പറയുന്ന ഇൻവെസ്റ്റിഗേറ്റീവ് സ്ഥാപനം, അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനത്തിന്റെ റിപ്പോർട്ട് അദാനി കമ്പനിക്കെതിരെ വന്ന സമയത്ത് ഉണ്ടായിട്ടുള്ള ആ ഒരു കോലാഹലങ്ങൾ നമ്മൾ കണ്ടു. അദാനി കമ്പനി ഏകദേശം ആ സമയത്ത്, ഇതിനു മുന്നേ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പണക്കാരനാണ് എന്ന ഗതിയിലേക്ക് എത്തി നിൽക്കുന്ന സമയത്താണ് എന്ത് സംഭവിക്കുന്നത്? ഈ ന്യൂസ് വരികയും അദ്ദേഹം 17ാമതായിട്ട് അദ്ദേഹത്തിന്റെ അസറ്റുകളുടെ വാല്യൂ കുറയുകയും ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അത് ശരിയാവാം, തെറ്റാവാം, എങ്കിൽ പോലും ആ ഒരു ന്യൂസിലൂടെ ഉണ്ടായിട്ടുള്ള ഇമ്പാക്ട് എന്ന് പറയുന്നത് വിത്തിൻ മന്ത്സിലൂടെയാണ്. ഒരു വീക്ക്, ഒന്നോ രണ്ടോ ആഴ്ചകൾ കൊണ്ട് സംഭവിച്ചതെന്ന് പറയുന്നത് അദ്ദേഹം 3-4 കൊല്ലം കൊണ്ട് മേക്ക് ചെയ്ത, അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു 2016 ശേഷം മേക്ക് ചെയ്തെടുത്ത ഒരു വലിയൊരു സാമ്രാജ്യമാണ്, ബിസിനസ് സാമ്രാജ്യമാണ്. ഓക്കെ, അപ്പോ അതിലുണ്ടായിട്ടുള്ള, അല്ലെങ്കിൽ അതിന്റെ വാല്യൂസിലുണ്ടായിട്ടുള്ള, അപ്പൊ ഇത് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വലിയ നഷ്ടമൊന്നുമില്ല. കാരണം അദ്ദേഹത്തിന് കളക്ട് ചെയ്യേണ്ട ഷെയറുകളുടെ വാല്യൂ എല്ലാം കളക്ട് ചെയ്ത് കഴിഞ്ഞു. പക്ഷെ നഷ്ടപ്പെട്ട ആർക്കാണ്? പബ്ലിക്കിനാണ്, സാധാരണക്കാരായിട്ടുള്ള ആളുകൾ. അദ്ദേഹത്തിന്റെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള പബ്ലിക് ഇൻവെസ്റ്റേഴ്സ് ആണ് എന്ത് ചെയ്തിട്ടുള്ളത്? അവിടെ പെട്ടിട്ടുള്ളത്, അല്ലെ? അപ്പോ ഇത്തരത്തിലുള്ള ക്യാൻസൽ കൾച്ചേഴ്സും ഇന്റർനെറ്റിന്റെയും സോഷ്യൽ മീഡിയയുടെയൊക്കെ ഇൻഫ്ലുവൻസ് ഒക്കെ കൊണ്ട് ഇത്തരത്തിൽ നമ്മളുടെ കമ്പനികൾ വളരെയധികം തരത്തിലുള്ള തീരുമാനങ്ങൾക്ക് വളരെയധികം ഇൻഫ്ലുവൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ അത്രയും ഷാർപ്പ് ആവുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഇത്തരത്തിലുള്ള ബിസിനസ് എത്തിക്സുകളെ പറ്റി നമ്മൾ കൃത്യമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടായിരിക്കണം. ഇനി മറ്റൊന്നാണ് കോർപ്പറേറ്റ് ഹാവ് മോർ ഇൻഫ്ലുവൻസ് എന്ന് പറയാം. അതായത് ചില കമ്പനികൾ എന്ന് പറയുന്നത് ഏകദേശം അവർ ചെയ്യാത്ത പ്രോസസ്സുകളൊന്നും ഉണ്ടാവില്ല, അല്ലെങ്കിൽ അവർക്ക് അത്രയും റിസോഴ്സുകൾ ഉണ്ടാവും, എത്രയും ഗവൺമെന്റുകളെ, മേജർ ആയിട്ടുള്ള ഗവൺമെന്റുകൾ, ലോകത്തിലെ തന്നെ വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയൽ കൺട്രികളോട് കൃത്യമായിട്ട് ഡയറക്റ്റ്ലി ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള സ്വാധീനമുള്ള കമ്പനികളുണ്ട്. ഇപ്പൊ ആപ്പിൾ, ഗൂഗിൾ, ആമസോൺ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കമ്പനികളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇവർക്കൊക്കെ അത്രയും റിസോഴ്സുകൾ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള റിസോഴ്സുകളുള്ള രാജ്യങ്ങൾ, അല്ലെങ്കിൽ കമ്പനികൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? സൊസൈറ്റിയുടെ തീരുമാനങ്ങളെ, അല്ലെങ്കിൽ സൊസൈറ്റിയിൽ ഉണ്ടാക്കുന്ന ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർ കൃത്യമായിട്ടുള്ള രീതിയിൽ, കൃത്യമായിട്ടുള്ള എത്തിക്കൽ വാല്യൂസിനെ മാറ്റാതെ, അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള എത്തിക്കൽ വാല്യൂസുകളെ പഠിക്കാതെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ
ഒരു വലിയൊരു കമ്മ്യൂണിറ്റിയാണ് എന്ത് ചെയ്യുന്നത്, ആ ട്രാപ്പിൽ പെട്ടുപോകുന്നത്. ഓക്കെ, അപ്പോ ഇവർക്ക് കൂടുതൽ ഇൻഫ്ലുവൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ഇൻഫ്ലുവൻസ് കിട്ടുന്നതോടുകൂടി, അല്ലെങ്കിൽ മോർ പവർ കംസ് മോർ റെസ്പോൺസിബിലിറ്റി എന്നാണ് അല്ലെ. അപ്പോ കൂടുതൽ പവർ, ഇത്രയും ഒരു സ്വാധീനം ഉള്ളിടത്തോളം കാലം, ഇൻഫ്ലുവൻസ് ഉള്ളിടത്തോളം കാലം അവർക്ക് കൂടുതൽ ഉത്തരവാദിത്വം വരികയാണ്. അപ്പോൾ ഈ പറയുന്ന കമ്പനികൾ കൂടുതലായിട്ട് എന്ത് സ്റ്റഡി ചെയ്യേണ്ടതായിട്ട് വരും? ബിസിനസ് എത്തിക്സിനെ കൃത്യമായിട്ട് വളരെ സ്ക്രൂട്ടിനി ചെയ്യേണ്ടി വരും. ഓരോ തീരുമാനങ്ങളെയും കൃത്യമായിട്ട് സ്ക്രൂട്ടിനി ചെയ്യേണ്ടി വരും. ഇനി മറ്റൊന്ന്, ഹാവിങ് മോർ വർക്ക് ഫോഴ്സ്. ഈ ഒരു മേഖലയിൽ പണ്ട് കാലങ്ങളിൽ ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ പണ്ട് കാലങ്ങളിൽ ഒരു ലാക്കായിട്ടുണ്ടായിരുന്ന, ഒരു ദൗർലഭ്യമായിട്ടുണ്ടായിരുന്ന ഒരു കാര്യമാണ് വർക്ക് ഫോഴ്സ് ഇല്ല എന്ന് പറയുന്നത്. സാധാരണ ബിസിനസിന്റെ പ്രവർത്തനങ്ങൾ ചെയ്യാൻ തന്നെ വർക്ക് ഫോഴ്സ് ഇല്ല. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഓരോ ഏരിയയെ പറ്റി സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആവശ്യം പോലെയുള്ള വർക്ക് ഫോഴ്സുകൾ, അല്ലെങ്കിൽ ഈ പറയുന്ന തൊഴിലാളികൾ, വർക്ക് ഫോഴ്സ് എന്ന് പറയുന്നത് തൊഴിലാളികൾ തന്നെയാണ്. അപ്പോൾ ഈ തൊഴിലാളികളും അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള സ്കിൽഡ് ആയിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൊരു പർട്ടിക്കുലർ ബിസിനസ് എത്തിക്സിന്റെ ഓരോ തീരുമാനങ്ങളെ പറ്റി സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ബിസിനസ് എത്തിക്സിനെ പറ്റി സ്റ്റഡി ചെയ്യാൻ തന്നെ ഒരു ടീമിനെ ബിൽഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഗൂഗിൾ എടുക്കുന്ന ഓരോ തീരുമാനങ്ങളും, ഗൂഗിൾ എടുക്കാൻ പോകാൻ സാധ്യതയുള്ള തീരുമാനങ്ങൾ, ഇവയെല്ലാം ആ ഒരു ബിസിനസ് എത്തിക്സിന്റെ ടീമിന് കൊടുക്കുകയും അവർ അതിനെപ്പറ്റി പഠിച്ചുകൊണ്ട് അതിന്റെ കോസ്റ്റ് ആൻഡ് കോസ്റ്റ് ആൻഡ് ബെനിഫിറ്റ് സ്റ്റഡി നടത്തുകയും അതിലൂടെ ആർക്കൊക്കെ പണി കിട്ടാൻ സാധ്യതയുണ്ട്, അതിലൂടെ ആർക്കൊക്കെ ഫേവറബിൾ ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാം സ്റ്റഡി നടത്തിക്കൊണ്ട് റിപ്പോർട്ട് അവർ കൊടുക്കുകയും അതിനുശേഷമായിരിക്കും ഈ പറയുന്ന കമ്പനികളൊക്കെ അവരുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഡിക്ലറേഷൻസ്, ആ തീരുമാനത്തിന്റെ ഒഫീഷ്യൽ ഡിക്ലറേഷൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ഈ പറയുന്ന ബിസിനസ് എത്തിക്സിന്റെ സ്റ്റഡിയുടെ ആ ഒരു ഇമ്പോർട്ടൻസിനെ എടുത്തു കാണിക്കുന്ന കാര്യങ്ങളാണ്. ഇനി മറ്റൊരു ചെറിയൊരു ടോപ്പിക്കാണ്, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത കാര്യം തന്നെ പിന്നീടും പറയുകയാണ്, ഗ്ലോബലൈസേഷൻ ആൻഡ് ബിസിനസ് എത്തിക്സ്. ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു എന്താണ്, ലോകം മൊത്തം ഒറ്റ മാർക്കറ്റ് ആകുന്നു. ഓക്കെ, അപ്പൊ ഗ്ലോബലൈസേഷൻ ചെയ്യാൻ വേണ്ടി രാജ്യങ്ങൾ എന്താ ചെയ്യുക? അവർ എന്ത് ചെയ്യുന്നു? അവരുടെ ബൗണ്ടറികൾ, അല്ലെങ്കിൽ രാജ്യത്തിലുള്ള ഇമ്പോർട്ട് എക്സ്പോർട്ട്, അല്ലെങ്കിൽ മറ്റ് കമ്പനികൾ രാജ്യത്തിലേക്ക് വരിക, അങ്ങനെ ഈ ബൗണ്ടറി ലൈൻ ഉണ്ടല്ലോ, ആ ലൈനിലുള്ള ഒരുപാട് റെസ്ട്രിക്ഷൻസ് പണ്ട് കാലങ്ങളിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ബൗണ്ടറികൾ മാറ്റുന്നതിലൂടെ എന്താ സംഭവിക്കുക? അല്ലെങ്കിൽ ബൗണ്ടറികളിലുള്ള റെസ്ട്രിക്ഷൻസ് മാറ്റുന്നതിലൂടെ മറ്റ് രാജ്യങ്ങളുടെ ഫോറിൻ കമ്പനികൾക്ക് ഇന്ത്യയിൽ വന്ന്, അല്ലെങ്കിൽ നമ്മൾ ഇന്ത്യയെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ വന്ന് ഈസി ആയിട്ട് അവർക്ക് കമ്പനികൾ തുടങ്ങാനും അവരുടെ കമ്പനികളുടെ ബ്രാഞ്ചുകൾ ഇങ്ങോട്ട് കൊണ്ടുവരാനും, അതിലൂടെ ലോക്കൽ മാർക്കറ്റിൽ ഒരുപാട് ജോബ് കിട്ടുന്നു, അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് ഒരുപാട് ഫണ്ട് ഒഴുകുന്നു. അപ്പൊ ഇത് ഇന്ത്യൻ എക്കോണമിയെ തന്നെ ബൂസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത് ഒരു വലിയൊരു ഈവന്റ് ആണ്. ആ ഈവന്റിന് സഹായമാകുന്നതാണ് എന്താണ്, ലിബറലൈസേഷനും പ്രൈവറ്റൈസേഷനും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ 1991 എന്ന് പറയുന്ന ഇന്ത്യയുടെ LPG സിസ്റ്റം നടപ്പിലാക്കിയ ലിബറലൈസേഷൻ, ഗ്ലോബലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ എന്ന് പറയുന്ന ഈ 3 ഈവന്റുകൾ നടന്ന ഒരു സമയമാണ്. ഓക്കെ, അതൊക്കെ പറ്റി നമ്മൾ ഫ്യൂച്ചറിൽ നമ്മൾ ക്ലിയർ ആയിട്ട് പഠിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ 10th വരെ അതിനെപ്പറ്റി ഒരു ഏകദേശ ഐഡിയകളും പഠിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ +2 വരെയൊക്കെ ഏകദേശ ഐഡിയ നമ്മൾ കിട്ടിയിട്ടുണ്ടാവും. പക്ഷെ അതിനെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഫർദർ പിന്നീട് മറ്റ് സബ്ജക്റ്റുകളായി പഠിക്കും. അപ്പോൾ ആ ഗ്ലോബലൈസേഷൻ ലൂടെ ഇങ്ങനെ കമ്പനികൾ മറ്റ് രാജ്യങ്ങളിലേക്ക് ചേക്കേറാൻ തുടങ്ങുന്ന സമയത്ത് കമ്പനികൾക്ക് മുന്നിൽ വരുന്നതാണ് ഒന്ന് കൾച്ചറുകളാണ്. ഇപ്പൊ അമേരിക്കയിലുള്ള ഒരു മൾട്ടിനാഷണൽ കമ്പനി ഗൾഫ് കൺട്രീസിലേക്കും ഇന്ത്യയിലേക്കും അല്ലെങ്കിൽ ഏഷ്യൻ കൺട്രികളിലേക്കും വരുന്ന സമയത്ത് ഒരുപാട് കൾച്ചറൽ ഡിഫറൻസുകൾ ഉണ്ട് അല്ലെ. ഇന്ത്യയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ തന്നെ ഇന്ത്യയുടെ ഓരോ സ്റ്റേറ്റിലും ആ സ്റ്റേറ്റുകളുടെ വ്യത്യസ്ത കോണുകൾ തന്നെ ഓരോ ഡിഫറെന്റ് കൾച്ചേഴ്സ് ആണ് പ്രിവെയിൽ ചെയ്യുന്നത്. അപ്പോ ഇതിനെ മനസ്സിലാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ ആ കൾച്ചറിലുള്ള വാല്യൂസ് എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ മാത്രമേ ആ കമ്പനിക്ക് അവിടെ വിജയിക്കാൻ കഴിയുകയുള്ളൂ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഗ്ലോബലൈസേഷനും ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്നത് ഒരു ഇന്റർലിങ്ക്ഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അല്ലെങ്കിൽ ഗ്ലോബലൈസേഷനിലേക്ക് കടക്കുന്ന ഒരു കമ്പനി കൃത്യമായിട്ട് ബിസിനസ് എത്തിക്സിനെ പറ്റി പഠിച്ചേ പറ്റുള്ളൂ, അതല്ലേ? അല്ലെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, അതിൽ സക്സസ് ആവാൻ കഴിയില്ല. ഇനി മറ്റൊന്നാണ് സസ്റ്റൈനബിലിറ്റി. സസ്റ്റൈനബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? സുസ്ഥിരത അല്ലെ. അപ്പൊ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് നമ്മൾ പറയാറുണ്ട്, അതായത് സുസ്ഥിര വികസനം, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഒരു ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഒരു ലോങ് ടേമിലേക്ക് അത് നിലനിൽക്കണം. ഓക്കെ, അപ്പൊ ഇപ്പോൾ സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റ് വരുന്നത് നമ്മളുടെ എൻവയോൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ എൻവയോൺമെന്റ് റിസോഴ്സുകളെ കൂടുതൽ കാലം നിലനിർത്തുന്നത്, അല്ലെങ്കിൽ അതിനെ ചൂഷണം ചെയ്യാതെ എൻവയോൺമെന്റൽ ഫ്രണ്ട്ലി ആയിക്കൊണ്ട് നമ്മൾ ബിസിനസ് നടത്തുക എന്നുള്ളതാണ് ഈ പറയുന്ന സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്ന ഇന്നത്തെ കാഴ്ചപ്പാടിലുള്ള ഒരു രീതി എന്ന് പറയാം. അപ്പോൾ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റുകൾ ഉണ്ട്, അല്ലെങ്കിൽ സസ്റ്റൈനബിൾ ആയിട്ടുള്ള എനർജികൾ ഉണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ പലതരത്തിലുള്ള രീതിയിൽ ബിസിനസ് ഐഡിയകളുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് അല്ലെ. അപ്പോൾ സസ്റ്റൈനബിലിറ്റിയും ബിസിനസ് എത്തിക്സും എങ്ങനെയാണ് പ്രിവെയിൽ ചെയ്യുന്നത്? സസ്റ്റൈനബിലിറ്റി നമ്മൾ പറഞ്ഞ പോലെ തന്നെ സൊസൈറ്റി എന്ന് പറയുന്നത് ഒരു ലാർജ് കൺസെപ്റ്റിൽ എടുത്തു കഴിഞ്ഞാൽ അതിലുള്ള എല്ലാവരും, സൊസൈറ്റി എന്ന് പറയുമ്പോഴേക്കും അതിന്റെ വരാൻ പോകുന്ന തലമുറയും അതിന്റെ
അടുത്ത തലമുറയ്ക്കൊക്കെ ഈ സൊസൈറ്റിയുടെ കാഴ്ചപ്പാടിൽ അവരെല്ലാം ഇതിന്റെ മെമ്പേഴ്സ് ആയിട്ട് വരുന്നവരാണ് അല്ലെ. അപ്പോൾ അവരുടെ എല്ലാം നിലനിൽപ്പിനെ, എക്സിസ്റ്റൻസിനെ ഹെൽപ്പ് ചെയ്യുന്ന തരത്തിലായിരിക്കണം ബിസിനസ് സെറ്റപ്പ് ചെയ്യുക എന്ന് പറയുന്നത് എന്താണ്, ഒരു ബിസിനസ് എത്തിക്സിന്റെ ഭാഗമാണ് അല്ലെ. അതുകൊണ്ട് തന്നെ ബിസിനസ് എത്തിക്സും സസ്റ്റൈനബിലിറ്റിയും വളരെയധികം ഇന്റർലിങ്ക്ഡ് ആയിട്ടുള്ള ഏരിയ ആണ്. ഓക്കെ, അപ്പോൾ ബിസിനസ് സെറ്റപ്പ് ചെയ്യുന്ന സമയത്ത് സൊസൈറ്റിയുടെ അല്ലെങ്കിൽ നമ്മളുടെ നേച്ചറിനെ കൃത്യമായിട്ട് പരിഗണിച്ചുകൊണ്ട് അതിനെ പരിഗണിച്ചുകൊണ്ട് വേണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ബിസിനസിനെ സെറ്റപ്പ് ചെയ്യാൻ എന്ന് പറയാം. അപ്പൊ എൻവയോൺമെന്റിനെ പരിഗണിക്കാതെ ബിസിനസ് സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആളുകൾ പ്രശ്നമുണ്ടാക്കും, അല്ലെങ്കിൽ ആളുകൾ സമരം ചെയ്യും. ആ സമരം ചെയ്തോ അല്ലെങ്കിൽ മറ്റ് ആളുകൾക്ക് പ്രശ്നമുണ്ടാകുന്ന സമയത്താണ് ആളുകൾ സമരത്തിനായിട്ട് വരുന്നത് അല്ലെ. അപ്പോൾ ആളുകൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന സമയത്ത്, അല്ലെങ്കിൽ പബ്ലിക്കിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന സമയത്ത് അവർ സമരത്തിലേക്ക് വരും, പ്രശ്നങ്ങൾ ഗുരുതരമാകും. അതിനെ കൃത്യമായിട്ട് കമ്പനികൾ പരിഹരിച്ചില്ല എന്നുണ്ടെങ്കിൽ കേസാവും. അത് കേസ് ഒരുപക്ഷെ കമ്പനിയുടെ ക്ലോസ് ഡൗണിലേക്ക് തന്നെ പോകും. അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് നമ്മൾ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, കൊക്കക്കോള കമ്പനി രാജസ്ഥാനിലെ ഒരു പ്രധാന ഗ്രാമങ്ങളിൽ ഇതേപോലെ പ്ലാന്റ് നടത്തുകയും ആ പ്ലാന്റിലൂടെ അവരുടെ കൃഷിയായിരുന്നു ആ ഒരു രാജസ്ഥാനിലെ ഒരു പർട്ടിക്കുലർ ഏരിയ, ആ ഗ്രാമത്തിന്റെ പ്രധാനപ്പെട്ട റിസോഴ്സ് എന്ന് പറയാം. അപ്പോ ഇങ്ങനെ ഡെയിലി മില്യൺസ് ഓഫ് ലിറ്റേഴ്സ് വാട്ടർ ഇതേപോലെ സക്ക് ചെയ്ത് അല്ലെങ്കിൽ ഭൂമിയുടെ ഉള്ളിൽ നിന്നും വലിച്ചെടുത്തുകൊണ്ട് നമ്മുടെ ഈ പറയുന്ന കോള നിർമ്മിക്കാൻ ഉപയോഗിക്കുമ്പോഴേക്കും അവിടെ ജനങ്ങൾക്ക്, പബ്ലിക്കിലുള്ള കർഷകരായിട്ടുള്ള ജനങ്ങൾക്ക് അവിടെ കൃഷിക്ക് വേണ്ടിയിട്ടുള്ള വെള്ളം വറ്റി പോവുകയും ഇത് കമ്പനി അറിയിക്കുന്ന സമയത്ത് അവർ പലതരത്തിലുള്ള വേഗമായിട്ടുള്ള മറുപടികൾ പറയുന്നു, ഒരു കൃത്യമല്ലാത്ത മറുപടി പറയുന്നു. ഞങ്ങൾ ഇറക്കിയതിനേക്കാൾ കൂടുതൽ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ വാട്ടർ റീസൈക്കിൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇറക്കിയതിനേക്കാൾ അല്ലെങ്കിൽ നമ്മൾ എടുത്ത വെള്ളത്തേക്കാൾ കൂടുതൽ നമ്മൾ വാട്ടർ റീസൈക്കിൾ ചെയ്തിട്ടുണ്ട്, റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ആണ് നമ്മൾ നടത്തുന്നത് എന്നിങ്ങനെ പറഞ്ഞിട്ട് ഒരു ക്ലിയർ അല്ലാത്ത രീതിയിൽ മറുപടി നൽകുകയും പിന്നീട് അത് എന്ത് ചെയ്യുന്നുണ്ട്, കമ്പനിക്ക് ആ ഒരു പ്ലാനിനെ ക്ലോസ് ഡൗൺ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കിയേ, ഒരു കൊക്കക്കോള കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ആ കമ്പനി ഒരു ഷോർട്ട് ടൈമിലേക്ക് വേണ്ടി ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അത്തരത്തിലുള്ള കള്ളങ്ങളെല്ലാം പറഞ്ഞതും അത്തരത്തിലുള്ള രീതിയിൽ വളരെയധികം ഹൈ ആയിക്കൊണ്ട് അവരുടെ റിസോഴ്സിനെ ചൂഷണം ചെയ്തതും അല്ലെ. അവരുടെ ആ ഗ്രാമത്തിന്റെ, സൊസൈറ്റിയുടെ ഒരു ഫ്യൂച്ചർ പ്ലാൻ ഒന്നും നോക്കാതെ, അല്ലെങ്കിൽ അവരുടെ ഫ്യൂച്ചർ ഒന്നും നോക്കാതെ ചെയ്ത ഒരു ഡിസിഷനിലൂടെ അവർക്ക് എന്താ സംഭവിച്ചത്, അല്ലെങ്കിൽ അവരുടെ ആ ഒരു ബിസിനസ് ഡിസിഷനിലൂടെ എന്താണ് സംഭവിച്ചത്, അല്ലെങ്കിൽ അവരുടെ എത്തിക്സ് പരിഗണിക്കാതെയുള്ള ഒരു ബിസിനസ് ഡിസിഷനിലൂടെ എന്താണ് സംഭവിച്ചത്, അവർ കമ്പനി പൂട്ടേണ്ടി വന്നു അല്ലെ. അവരുടെ ബിസിനസ് എന്നത്തേക്കുമായി ക്ലോസ് ഡൗൺ ചെയ്യേണ്ടതായിട്ട് വന്നു അല്ലെ. ആ ഒരു പർട്ടിക്കുലർ പ്ലാന്റ് പൂട്ടേണ്ടി വന്നു. അപ്പൊ ഒരു പ്ലാൻ സെറ്റപ്പ് ചെയ്യാൻ തന്നെ മില്യൺസ് ഓഫ് റുപ്പീസ് ആയി കാണും, അല്ലെങ്കിൽ മില്യൺസ് ഓഫ് ഡോളേഴ്സ് ആയിട്ടുണ്ടാവും അല്ലെ. അപ്പോ ഇതാണ് കമ്പനികളുടെ ഒരു ചെറിയ ഒരു ഷോർട്ട് ടൈം ഫേവർ അല്ല ഇവിടെ നോക്കുന്നത്. ഷോർട്ട് ടൈം പ്രോഫിറ്റ് നോക്കുന്നതിന് പകരം ഒരു ലോങ് ടൈമിൽ കമ്പനിക്ക് എങ്ങനെ പ്രോഫിറ്റ് ഉണ്ടാക്കാം, അപ്പോ അവിടെ പരിഗണിക്കേണ്ട ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് എന്നതൊക്കെയാണ് ഈ സസ്റ്റൈനബിലിറ്റി സ്റ്റഡീസിൽ വരുന്നത്. സസ്റ്റൈനബിലിറ്റിയും ഒരു പർട്ടിക്കുലർ ഏരിയ ഓഫ് സ്റ്റഡി തന്നെയാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ അതിൽ വ്യത്യസ്ത തരത്തിലുള്ള ടോപ്പിക്കുകൾ വരുന്നുണ്ട്. അപ്പോൾ അതിലും ഈ ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്നത് വളരെ ഇന്റർലിങ്ക്ഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്, അല്ലെങ്കിൽ ഇന്റർലിങ്ക്ഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ്. അപ്പൊ നമ്മൾ ഈ ഫസ്റ്റ് പാർട്ട് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ നമ്മൾ ചുരുക്കത്തിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്തെന്താണ് എത്തിക്സും ലോയും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ പഠിച്ചു. അതേപോലെ ബിസിനസിന്റെ റെലവൻസിനെ പറ്റി പറഞ്ഞു. അതിനുശേഷം നമ്മൾ ഗ്ലോബലൈസേഷനും സസ്റ്റൈനബിലിറ്റിയും, ഓക്കെ, ഗ്ലോബലൈസേഷനുമായി ബന്ധപ്പെട്ട് ബിസിനസ് എത്തിക്സിന്റെ ഒരു റിലേഷൻഷിപ്പ് എന്താണ്, അതേപോലെ സസ്റ്റൈനബിലിറ്റിയുമായിട്ടുള്ള ഒരു ഇന്റർലിങ്ക് എന്താണ്, ഇതിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു ഫസ്റ്റ് പാർട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ താങ്ക് യു, കീപ് ലേണിംഗ്.